മലയാള ടെലിവിഷൻ വാർത്താ ചരിത്രത്തിൽ കേൾവിയില്ലാത്ത ഒരു അത്ഭുത സംഭവമാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടിവിയുടെ സ്റ്റുഡിയോ ഫ്ലോറിൽ അരങ്ങേറിയത്. അതെ, ഈ ഒരു സംഗതി കണ്ട് എല്ലാവരും ഞെട്ടിയിരുന്നു. കേരളത്തിലെ വാർത്താ ചാനലുകളുടെ രാത്രി ചർച്ചകൾ പലപ്പോഴും ഒരു യുദ്ധക്കളത്തിന് സമാനമാണ്. വാദങ്ങൾ പ്രതിവാദങ്ങളായും ചിലപ്പോൾ അത് വ്യക്തിപരമായ അധിക്ഷേപങ്ങളായും മാറുന്ന കാഴ്ച നമ്മൾ നിരന്തരം കാണാറുണ്ട്. ചോദ്യങ്ങളെ നേരിടാൻ കഴിയാതെ വരുമ്പോഴോ പ്രതിരോധിക്കാൻ വാക്കുകൾ കിട്ടാതെ വരുമ്പോഴോ ചർച്ചയുടെ മധ്യത്തിൽ വച്ച് പ്രകോപിതരായി ഇറങ്ങിപ്പോകുന്ന രാഷ്ട്രീയ നേതാക്കൾ ഈ കേരളത്തിലെ ടെലിവിഷൻ ചരിത്രത്തിൽ ഒരുപാടുണ്ട്. BJP വിട്ടിപ്പോൾ കോൺഗ്രസിലെത്തി നിൽക്കുന്ന സന്ദീപ് വാര്യർ മുൻപ് പലതവണ ചർച്ചകളിൽ അസഹിഷ്ണുതയോടെ പെരുമാറുകയും മൈക്ക് വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുകയും ചെയ്തത് നാം കണ്ടിട്ടുണ്ട്. മറ്റു പല നേതാക്കൾക്കും ഈ അബദ്ധം പറ്റിയിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയക്കാരുടെ ഗതികേടോ അസഹിഷ്ണുതയോ ആയി കണ്ട് പ്രേക്ഷകർ തള്ളിക്കളയാറാണ് പതിവ്. എന്നാൽ ഒരു ചാനലിലെ അവതാരകർ തമ്മിൽ നടക്കുന്ന ഒരു പാനൽ ചർച്ചയിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാൻ ബാധ്യതപ്പെട്ട, നിഷ്പക്ഷത പാലിക്കാൻ ബാധ്യതപ്പെട്ട ഒരു അവതാരക തന്നെ ക്ഷുഭിതയായി ഇറങ്ങിപ്പോകാൻ ശ്രമിച്ചാലോ? അത്തരത്തിലൊരു പരിപാടിയാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ കണ്ടത്. റിപ്പോർട്ടർ ചാനലിൻ്റെ തന്നെ പ്രതിദിന പരിപാടിയായ മീറ്റ് ദ എഡിറ്റേഴ്സിൽ നിന്നാണ് ആ ചാനലിലെ പ്രധാന അവതാരകയായ സ്മൃതി പരുത്തിക്കാട് തൻ്റെ സഹപ്രവർത്തകരോട് കയർത്ത് സംസാരിച്ചുകൊണ്ട് ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് ഇറങ്ങിപ്പോകാൻ ശ്രമിച്ചത്. അതിന്റെ കാരണം കേരളത്തിൽ കരിമണൽ സ്വകാര്യ കമ്പനിക്ക് കൊടുക്കാൻ ചട്ടമിറക്കിയ ഒരേ ഒരു സർക്കാർ യുഡിഎഫിന്റെ സർക്കാരിന്റെ സർക്കാരിന്റെ കാര്യങ്ങൾ തുടരുന്ന കാര്യമില്ലല്ലോ ഈ സർക്കാരിന്. നിങ്ങളുടെ ഭയത്തിന് കാര്യം മണലൂറ്റി മണൽ CMR നടത്തി തെളിയിച്ചാലുണ്ടല്ലോ ഈ പരിപാടിയുടെ ഒരു സഭയില്ല, ഒരു സഭയിലും പച്ച മനോരമ അടിച്ചു കൊണ്ടുവന്ന വാർത്തയെടുത്ത് സ്മൃതി സ്വയം കുടുങ്ങിയ പാടില്ലായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനല്ല, ഈ ഓർഡറിനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സ്മൃതിയല്ല, ആ സ്മൃതിയുടെ ആർഗ്യുമെന്റിനെ ഞാൻ പറയുന്നത്. സ്മൃതിയുടെ ശരീരഭാഷയും വാക്കുകളും ശ്രദ്ധിച്ചാൽ ആ പ്രകോപനത്തിൻ്റെ ആഴം മനസ്സിലാകും. ഡോക്ടർ അരുൺകുമാറിൻ്റെയും ആൻഡോ അഗസ്റ്റിൻ്റെയും വാദങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അത്യന്തം വികാരാധീനയായി ശബ്ദമുയർത്തിക്കൊണ്ടാണ് സ്മൃതി പ്രതികരിക്കുന്നത്. മാധ്യമപ്രവർത്തകർ, പ്രത്യേകിച്ച് വാർത്തകൾ വിശകലനം ചെയ്യുന്ന എഡിറ്റർമാർ ഏറ്റവും കൂടുതൽ പുലർത്തേണ്ടത് വൈകാരിക നിയന്ത്രണവും നിഷ്പക്ഷതയുമാണ്. സ്വന്തം രാഷ്ട്രീയ താൽപ്പര്യങ്ങളോ വ്യക്തിപരമായ വിവേചനങ്ങളോ ഒരിക്കലും ക്യാമറയ്ക്ക് മുന്നിൽ പ്രതിഫലിക്കാൻ പാടില്ല. എന്നാൽ സ്മൃതിയുടെ കാര്യത്തിൽ ആ മുഖം മൂടിയാണ് അഴിഞ്ഞു വീണത്. തൻ്റെ ഉള്ളിൽ കാലങ്ങളായി സൂക്ഷിക്കുന്ന ചില വ്യക്തമായ രാഷ്ട്രീയ വിവേചനങ്ങളും അജണ്ടകളും ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് വരുമ്പോഴാണ് ഒരാൾക്ക് ഇത്രത്തോളം സമനില തെറ്റുന്നത്. വിമർശനങ്ങളെ കേൾക്കാൻ തയ്യാറാകാതെ, മറ്റു പാനലിസ്റ്റുകളെ കേൾക്കാൻ തയ്യാറാകാതെ ഒരു അവതാരക സ്വന്തം പരിപാടിയിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോകാൻ ശ്രമിക്കണമെങ്കിൽ അവർ നേരിടുന്ന മാനസിക സംഘർഷം എത്രത്തോളമായിരിക്കും? അല്ല, എന്തിനാണ് സ്മൃതി പരുത്തിക്കാടിനെ പോലെയുള്ള ഒരു മാധ്യമ പ്രവർത്തക ഇത്രത്തോളം വലിയ മാനസിക സംഘർഷം അനുഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് സ്മൃതി പരുത്തിക്കാട് ഇത്രയധികം പ്രകോപിതയായത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടി പോകുമ്പോഴാണ് വളരെ രസകരമായ മറ്റൊരു പ്രധാന സംഗതി നമുക്ക് മുന്നിലെത്തുന്നത്. സ്മൃതിക്ക് പെട്ടെന്ന് ഈ പ്രകോപനം ഉണ്ടാകാനുള്ള യഥാർത്ഥ കാരണം മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന ആ പരിപാടിയിലല്ല കിടക്കുന്നത്. അത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ അല്പം പിന്നിലേക്ക് പോകണം. ഇടതുപക്ഷത്തിനെതിരെ, പ്രത്യേകിച്ചും CPM-നെതിരെ നിരന്തരം പക്ഷപാതപരമായി പെരുമാറുന്ന സ്മൃതി പരുത്തിക്കാടിൻ്റെ രീതികൾക്കെതിരെ മുന്നണി കൃത്യമായൊരു തീരുമാനമെടുത്ത കാര്യം നേരത്തെ തന്നെ നമ്മുടെ ഈ ചാനൽ ചർച്ച ചെയ്തതാണ്. ഇങ്ങോട്ടടിക്കുന്ന അതേ നാണയത്തിൽ അങ്ങോട്ടും തിരിച്ചു കൊടുക്കുക എന്നതായിരുന്നു ആ തീരുമാനം. അവതാരകയ്ക്ക് എന്ത് ബഹുമാനമാണോ CPM പ്രതിനിധിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രതിനിധിക്ക് നൽകാൻ കഴിയുന്നത്, ആ ബഹുമാനം മാത്രം തിരികെ നൽകുക. ഇടയ്ക്കു കയറി തടസ്സപ്പെടുത്തിയാൽ ശക്തമായി തന്നെ വിലക്കുക. ഈ പുതിയ പാർട്ടി നയം CPM പ്രതിനിധികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായി പ്രാവർത്തികമാക്കി തുടങ്ങിയിരുന്നു. മാത്രമല്ല, അത് മുന്നണിയിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ആദ്യ സൂചനയായിരുന്നു അഡ്വക്കേറ്റ് KS അരുൺകുമാർ സ്മൃതിയുടെ ചർച്ചയിൽ കാണിച്ച ഉഗ്രരൂപം. മര്യാദഘട്ട ചോദ്യത്തിന് ഇടതുപക്ഷ വിരുദ്ധ വികാരം തലയ്ക്ക് പിടിച്ച് താങ്കൾ ചോദിക്കുന്ന ചോദ്യത്തിന് താങ്കൾക്ക് ഗുളിക രൂപത്തിൽ ഉത്തരം തരണമെന്ന് പറഞ്ഞാൽ അതിന് വേറെ ആളെ നോക്കിയാൽ മതി. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമെങ്കിൽ എന്നെ ചർച്ചയിൽ തുടരാൻ അനുവദിച്ചാൽ മതി. മൈക്ക് ഓഫ് ചെയ്ത് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ മൈക്ക് ഓഫ് ചെയ്തോളൂ എന്ന് അരുൺകുമാർ മുഖത്തു നോക്കി പറഞ്ഞത് പെട്ടെന്നൊരു നിമിഷത്തിലുണ്ടായ വികാര സ്ഫോടനമായിരുന്നില്ല. മറിച്ച്
പാർട്ടിയുടെ കൃത്യമായ അജണ്ടയുടെ ഭാഗമായിരുന്നു. എന്നാൽ സ്മൃതിക്ക് കാര്യങ്ങളുടെ കിടപ്പ് പൂർണ്ണമായും ബോധ്യപ്പെട്ടത് മുൻ മന്ത്രി VS സുനിൽകുമാർ പങ്കെടുത്ത ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട് എന്ന പരിപാടിയിലാണ്. എക്കാലത്തെയും പോലെ ഇടതുപക്ഷ പ്രതിനിധിയായി വന്ന സുനിൽകുമാറിനെ സംസാരിക്കാൻ അനുവദിക്കാതെ തൻ്റെ ചോദ്യം ഉന്നയിച്ച് അതിനു മുകളിൽ സ്വന്തം അഭിപ്രായം കൂടി അടിച്ചേൽപ്പിക്കാനാണ് സ്മൃതി ശ്രമിച്ചത്. സുനിൽകുമാർ കൃത്യമായ വാദങ്ങളിലേക്ക് കടക്കുമ്പോൾ തന്നെ പതിവ് പോലെ സ്മൃതി ഇടയ്ക്ക് കയറി തടസ്സപ്പെടുത്താൻ തുടങ്ങി. അവിടെയാണ് സുനിൽകുമാർ തന്റെ ശബ്ദമുയർത്തിയത്. ഞാൻ പറയട്ടെ നിങ്ങൾ പറയുമ്പോൾ ഇടപെടുന്ന എന്തിനാണ്? പോയിന്റിലേക്ക് വരുമ്പോൾ ഇടപെടുന്ന എന്തിനാണ്? നിങ്ങൾ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇടപെടുന്ന എന്തിനാണ്? സ്മൃതിയുടെ ഇടയ്ക്കു കയറലിന് എതിരെ അങ്ങേയറ്റം ദൃഢതയോടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുമ്പോൾ ഇടപെടുന്നത് എന്തിനാണ്? പോയിന്റിലേക്ക് വരുമ്പോൾ ഇടപെടുന്നത് എന്തിനാണ്? ഈ ഒറ്റ വാചകത്തിൽ സ്മൃതിയുടെ എല്ലാ ആത്മവിശ്വാസവും തകർന്നടിയുകയായിരുന്നു. എല്ലാ ദിവസവും താൻ ചോദ്യം ചോദിച്ച് വിയർപ്പിക്കാറുള്ള, താൻ തടസ്സപ്പെടുത്തുമ്പോൾ നിസ്സഹായരായി ഇരിക്കാറുള്ള ഇടതുപക്ഷ പ്രതിനിധികളുടെ ആ പഴയ മുഖമല്ല ഇപ്പോൾ തനിക്ക് മുന്നിലുള്ളതെന്ന് സ്മൃതിക്ക് അവിടെ വച്ച് ബോധ്യപ്പെട്ടു. സുനിൽകുമാറിൻ്റെ ആ ശകാരത്തിന് മുന്നിൽ പരിങ്ങലിലായ സ്മൃതി പൂർണ്ണമായും മൗനത്തിലേക്ക് വഴുതി വീണു. ആ നിമിഷത്തെ സ്മൃതിയുടെ മുഖഭാവം കാണേണ്ടത് തന്നെയായിരുന്നു. വേട്ടക്കാരി പെട്ടെന്ന് ഇരയായതുപോലെ. പിന്നീട് ചർച്ചയുടെ തുടർച്ചയിൽ സുനിൽകുമാർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഞാൻ ഇടപെട്ടോട്ടെ, ഒന്ന് ഇടപെട്ടോട്ടെ എന്ന് സ്മൃതിക്ക് യാചിക്കേണ്ടി വന്നു. അവതാരക എന്ന നിലയിലുള്ള തൻ്റെ സർവാധിപത്യത്തിന് ഏറ്റ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു അത് എന്നുള്ളത് സ്മൃതിക്ക് കൃത്യമായും ബോധ്യമാവുകയും ചെയ്തു. ഈ കോൺഗ്രസിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും സൈബർ ഇടങ്ങളിൽ സ്മൃതി പരുത്തിക്കാടിൻ്റെ ഒരു വീര പരിവേഷമുണ്ട്. CPM-നെ അടിച്ചിരുത്തുന്ന അവതാരക എന്നൊരു വ്യാജ കിരീടം അവർ സ്മൃതിക്ക് ചാർത്തിക്കൊടുത്തിട്ടുണ്ട്. ആ ദന്തഗോപുരത്തിലാണ് സ്മൃതി ഇത്രയും നാൾ വിരാജിച്ചിരുന്നത്. എന്നാൽ സുനിൽകുമാറിനെയും അരുൺകുമാറിനെയും പോലെയുള്ളവർ യാതൊരു ദയവുമില്ലാതെ ആ കിരീടം തല്ലിയുടച്ചു. ഇനി മുതൽ ഇടതുപക്ഷത്തെ ചോദ്യം ചെയ്യാൻ തനിക്ക് പഴയതുപോലെ കഴിയില്ലെന്നും പാർട്ടിയുടെ നയം മാറിയെന്നും ഇനിയും താൻ പ്രകോപനം തുടർന്നാൽ ലൈവ് TV-യിൽ വെച്ച് നാണം കെടേണ്ടി വരുമെന്നും സ്മൃതി തിരിച്ചറിഞ്ഞു. കോൺഗ്രസ് സൈബർ ലോകം തനിക്ക് നൽകിയ ആ വീരനായിക പരിവേഷം നഷ്ടപ്പെടാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം അവരെ വല്ലാതെ വേട്ടയാടി. ഈ അസ്വസ്ഥതയും CPM പ്രതിനിധികളുടെ മുന്നിൽ തൻ്റെ തന്ത്രങ്ങൾ പാളിയതിലുള്ള നിരാശയുമാണ് യഥാർത്ഥത്തിൽ സ്മൃതിയുടെ സമനില തെറ്റിച്ചതെന്ന് കരുതാം. ഇടതുപക്ഷ പ്രതിനിധികളോട് ഈ ദേഷ്യം നേരിട്ട് തീർക്കാൻ സാധിക്കില്ല എന്ന് വന്നപ്പോഴാണ് ആ മാനസിക സമ്മർദ്ദവും നിരാശയും മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ സഹപ്രവർത്തകരോടുള്ള രോഷമായി പുറത്തു ചാടിയത്. അരുൺകുമാറും ആൻഡ്രൂ അഗസ്റ്റിനും വസ്തുതകൾ നിരത്തി സംസാരിച്ചപ്പോൾ സുനിൽകുമാറിൽ നിന്നും കിട്ടിയ പ്രഹരത്തിൻ്റെ ഓർമ്മകളാണ് സ്മൃതിയെ വീണ്ടും അസ്വസ്ഥയാക്കിയത്. തൻ്റെ വാദങ്ങൾ അവിടെയും ആരും മുഖവിലേക്കെടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട അവർ സഹപ്രവർത്തകരോട് തട്ടിക്കയറുകയും ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുകയും ചെയ്തു. ഒരു ലോഡ് മണൽ CMRL നടത്തി തെളിയിച്ചാലുണ്ടല്ലോ ഈ പരിപാടിയുടെ ഒരു സഭയില്ല നോണ പച്ച നോണ മനോരമ അടിച്ചു വെള്ളപൂശാൻ കൊണ്ടുവന്ന വാർത്തയെടുത്ത് സ്മൃതി സ്വയം കുടുങ്ങിയ പാടില്ലായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. ഈ ഓർഡറിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സ്മൃതിയല്ല, ആ സ്മൃതിയുടെ ആർഗ്യുമെന്റിനെ ഞാൻ പറയുന്നത്. മാധ്യമപ്രവർത്തനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അപഹാസ്യമായ ഒരു കാഴ്ചയായി അത് മാറി. ചുരുക്കത്തിൽ കളിയുടെ നിയമങ്ങൾ ഇപ്പോൾ മാറിയിരിക്കുന്നു എന്ന് സ്മൃതി പരുത്തിക്കാടിനെ പോലെയുള്ള അവതാരകർ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇങ്ങോട്ട് തരുന്നത് എന്താണോ അതുമാത്രമേ ഇനി അങ്ങോട്ട് ലഭിക്കൂ. അത് ബഹുമാനമായാലും പരിഹാസമായാലും അധിക്ഷേപമായാലും കൃത്യമായ നിയമത്തിലും നിലപാടിലും ഉറച്ചാണ് ഇടതുപക്ഷം ഇനി ചാനൽ മുറികളിലേക്ക് വരുന്നത്. പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത അവതാരകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തലകുനിച്ചു കൊടുക്കാൻ ഇനി അവരെ കിട്ടില്ല. സുനിൽകുമാറിൻ്റെയും അരുൺകുമാറിൻ്റെയും ഇടപെടലുകൾ ഒരു ട്രെയിലർ മാത്രമാണ്. ഇത് ഉൾക്കൊള്ളാൻ സ്മൃതിക്കും റിപ്പോർട്ടർ ചാനലിനും കഴിഞ്ഞില്ലെങ്കിൽ ഇതുപോലെ സ്വന്തം സ്റ്റുഡിയോയിൽ നിന്ന് പലതവണ അവർക്ക് ഇറങ്ങിപ്പോകേണ്ടി വരും എന്നതിൽ സംശയമില്ല. മാധ്യമധർമ്മം മറന്ന് പക്ഷപാതിത്വത്തിൻ്റെ വക്കാലത്ത് പിടിക്കുന്നവർക്ക് ഇതിലും വലിയ തിരിച്ചടികൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ.